കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വൈകിയ വേളയിൽ ഒത്തിരി ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം. സൗണ്ട് കുറവാണോ? ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ കേൾക്കാമോ? ഓക്കെ ആൻറ്റി, ഓക്കെ, ഒറ്റ മിനിറ്റ് ഒന്ന് സിസ്റ്റം. ഒരു മിനിറ്റ്, ഞാനൊരു സിസ്റ്റം ഒരു ഇതൊന്ന് ക്രമപ്പെടുത്തിയിട്ട് ഒരു മിനിറ്റ്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഓഫ് ഇത് മ്യൂസിക്, ഇത് ഓഫ്. ഓക്കെ, ഇപ്പൊ ഓക്കെ ആയോ? ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം തരുന്ന അവസരങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളോട് ഒരുമിച്ച് വൈകിയ വേളയിൽ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഈ ഫാസ്റ്റിംഗ് പ്രേയറിൽ ഒരു ഭാഗമാകുവാൻ ദൈവം ഞങ്ങൾക്കും കുടുംബമായി ഒരുക്കിയ നല്ല സാവകാശങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രഭാതത്തിൽ പ്രിയ കത്തുദാസൻ ശുശ്രൂഷിച്ചു. വൈകിയ വേളയിൽ നിങ്ങളോട് ചേർന്ന് എനിക്കുമായിരിക്കുവാൻ കർത്താവ് അവസരങ്ങളെ നൽകിയല്ലോ. ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി കരയേറ്റുന്നു. ഞാൻ ക്രിസ്തുവിൽ ഒത്തിരി സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന പ്രിയ കത്തുദാസി കുടുംബം ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ഒരുപാട് തവണ അല്ലെങ്കിലും ഒരു തവണയൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം അവസരങ്ങളെ നൽകിയിട്ടുണ്ട്. ദൈവത്തിന് ഒത്തിരി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നോർത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അവരുടെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാനും ഓർത്ത് പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവ് അവസരങ്ങളെ നൽകിയല്ലോ. ദൈവം നടത്തുന്ന എല്ലാ വിശ്വസ്തതയ്ക്കും ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ്. കുടുംബമായി കർത്താവ് ആ രാജ്യത്തും ആ ദേശത്തും മാനിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപകൾ ആ കുടുംബത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിലും ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളോടുമുള്ള പ്രത്യേക സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെയാണല്ലോ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഞാൻ ആത്മാവിൽ പറയാം, പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും പരാജയപ്പെടത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ആരെല്ലാം പരാജയപ്പെട്ടാലും, ഒരുപക്ഷെ പ്രസംഗിക്കുന്നവൻ പരാജയപ്പെടും, പ്രവചിക്കുന്നവൻ പരാജയപ്പെടും, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഹല്ലേലൂയ മറ്റു രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ പക്ഷേ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ പരാജയപ്പെടത്തില്ല. ഹല്ലേലൂയ. കാരണം മുഴങ്കാലിൽ തല താഴ്ത്തി ഒരുവൻ പ്രാർത്ഥിച്ചു നോക്കിയപ്പോൾ കൈൻ്റെ പത്തി പോലെ, കൈ പോലെ ഒരു മേഘം, ആമേൻ, ഹാലിൽ കൈ പോലെ ഒരു വിടുതൽ പൊങ്ങി വന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഈ ആഴ്ചയിൽ നിങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ പ്രാരംഭത്തിൽ പറയാം, നമ്മൾ പരാജയപ്പെട്ടു പോകത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ പരാജയപ്പെട്ടു പോകത്തില്ല, ഞാൻ പരാജയപ്പെട്ടു പോകത്തില്ല, ഞാൻ തോറ്റു പോകത്തില്ല. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിനകത്ത് അല്പ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ കഷ്ടതകളോ ഞെരുക്കങ്ങളുമൊക്കെ ഒരു സൈഡിൽ ചിലപ്പോൾ വന്നെന്ന് തോന്നിയേക്കാം, എങ്കിലും ഞാൻ പരാജയപ്പെട്ടു പോകത്തില്ല. എന്നെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് എത്ര പേരിന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അവർക്ക് വേണ്ടി കർത്താവിൻ്റെ സാന്നിധ്യം ശക്തിയോടെ ഇറങ്ങി എല്ലാ ആദരങ്ങളും ചലിപ്പിച്ച് അല്പ മിനിറ്റുകൾ കർത്താവിനോട് ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. എനിക്കറിയാം ഇന്ന് രാത്രി അസാധാരണമായ ഒരു വലിയ സാന്നിധ്യം ചലിച്ചുകൊണ്ടിരിക്കുകയാ. ദൈവപ്രവൃത്തികൾ ഇതിനകത്ത് നടക്കുന്നു. രോഗികൾ സൗഖ്യമാകുന്ന കർത്താവ്, അങ്ങനെയുള്ള ശുശ്രൂഷകൾ ഇതിനകത്ത് നടക്കുവാൻ പ്രാർത്ഥനയോടെ ഇന്നൊരു രാത്രി ആരാഗ്രഹിക്കുന്നോ, ആര് മനസ്സോടെ കടന്നു വരുന്നോ, ഹല്ലേലൂയ, അവർക്ക് വിടുതൽ ഉറപ്പാണ്. ഹല്ലേലൂയ. വചനത്തിനകത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെ വായിക്കുമ്പോൾ കാണുന്നു, നിനക്ക് മനസ്സുണ്ടോ? അങ്ങനെ ചോദിക്കുന്നേ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ സൗഖ്യമാക്കാൻ റെഡിയാണ്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ
മനസ്സുണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ സൗഖ്യമാകുവാൻ, നിന്റെ കെട്ടുകൾ അഴിയുവാൻ, നിന്റെ ശാപങ്ങൾ പൊട്ടുവാൻ, ചില പാപത്തിൻ്റെതായ നുകങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, അതിനകത്തു നിന്ന് പുറത്തു വരുവാൻ, നിത്യതയ്ക്ക് വേണ്ടി നിൽക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളും വന്ന്, ജീവിതത്തിന്റെ പല പ്രതികൂലങ്ങളും വന്ന് നിന്റെ വിശ്വാസ ജീവിതത്തെ തകർക്കുന്ന രീതിയിൽ, വിശ്വാസ ജീവിതത്തെ ഉടച്ചു കളയുന്ന രീതിയിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പരാജയങ്ങളും രോഗങ്ങൾ കഷ്ടതകൾ കൊണ്ടുവന്നിടുമ്പോൾ ഞാൻ പറയാം, പിടിച്ച വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിനക്ക് വേണ്ടി നിത്യത എൻ്റെ ദൈവം ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുന്ന സമയം പ്രാർത്ഥനയോടെ എല്ലാ ദൈവമക്കളുമായിരിക്കണം. കർത്താവ് തരുന്ന ആലോചനകൾ, പ്രാർത്ഥനകൾ, ദൂതുകൾ, പ്രവചനങ്ങളൊക്കെ കർത്താവ് നമ്മൾക്ക് തരും. ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. വേഗത്തിൽ നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വേദഭാഗം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. 1 ശമൂവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വേദഭാഗം. ആൻറ്റി 1 ശമൂവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. യെസ്. താങ്ക് യു അഭിഷേക്തിനെ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഈ രാത്രി കർത്താവ് നമ്മൾക്ക് തന്ന നല്ല വചനത്തിനായി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ വചനത്തിനകത്ത് വെളിപ്പെടേണ്ട വിടുതലുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ. ഈ വചനത്തിനകത്ത് വെളിപ്പെടേണ്ട വിടുതലുകളെ തടയുന്ന സകല പൈശാചിക മേഖലകളെയും, പൈശാചിക മൈൻഡ് സെറ്റുകളെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. റഖമന ഹസ്തേരിയാദര ഉടാലബാരിയാദലക്ഷ പ്രബേരിയ. ജനത്തിൻ്റെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന, ജനത്തിൻ്റെ മൈൻഡിനെ തിരിച്ചുവിടുന്ന, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ വചനത്തിന് വെളിപ്പെടുവാനുള്ള വിടുതലുകളെ വെളിപ്പെടുവാൻ കഴിയാതെ ജനത്തിൻ്റെ മൈൻഡുകളെ സാഹചര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഡിസ്റ്റർബൻസ് ചെയ്യുന്ന സകല മേഖലകളെ ഞങ്ങൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരുമിച്ച് രാത്രി അതിൻ്റെ മേൽ ഞങ്ങൾ ജയമെടുക്കുന്നു. കർത്താവേ, വചനം സംസാരിച്ചാട്ടെ, ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ, അത്ഭുതങ്ങൾ തുറക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം ഭാഗമാണ് വായിച്ചത്. അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു, നിൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. ആമേൻ. ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ ഹന്ന എന്നുള്ള പേരവിടെ മാറ്റിയിട്ട് നമ്മുടെ പേര് പറഞ്ഞിട്ട് അവിടെ അത് പറയാൻ തുടങ്ങുകയാണ്. ആമേൻ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ആരാ എന്നോട് ചേർന്നൊരു ആമേൻ പറയുന്നത്? ഹല്ലേലൂയ. ഹന്ന എന്നുള്ളൊരു പേരവിടെ മാറ്റിയിട്ട് നമ്മുടെ പേരങ്ങോട്ട് ചേർത്തിട്ട് പറഞ്ഞേ. അനന്തരം ഞാൻ ഹല്ലേലൂയ നിങ്ങളുടെ പേര് ചേർത്തിട്ട് പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ കൊമ്പ് ബഹുമാനത്ത്, എൻ്റെ ഹൃദയം യഹോവയാൽ ആനന്ദിക്കുന്നു, എൻ്റെ കൊമ്പ് ബഹുമാനത്താൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു. ഈ ഉപവാസ പ്രാർത്ഥന പൂർത്തീകരിക്കുന്നതിന് മുന്നേ, ആശീർവാദം പറയുന്നത് മുന്നേ കർത്താവ് നിന്നെ കൊണ്ടത് പറയിപ്പിക്കാൻ തുടങ്ങുകയാ. നിന്നെ കൊണ്ടത് പറയിപ്പിക്കാൻ തുടങ്ങുകയാ. എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. ആനന്ദം നഷ്ടമായി പോയ ചില മേഖലകൾ, ആനന്ദിക്കുവാൻ കഴിയാത്ത, സന്തോഷിക്കുവാൻ കഴിയാത്ത, നിന്റെ മുഖത്തെ ഹല്ലേലൂയ ആനന്ദിക്കുവാനും നിന്റെ കുടുംബത്തിനകത്തൊരു സന്തോഷം വരുവാൻ കഴിയാത്ത സാഹചര്യങ്ങളെ എല്ലാം സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി അഴിച്ചിട്ട് നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ തുടങ്ങുകയാ. എൻ്റെ ഹൃദയം യഹോവ
യഹോവയിൽ ആനന്ദിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട് ആ പദം അങ്ങനെ അങ്ങ് സ്വീകരിക്കുവാൻ? എത്ര പേർക്ക് സന്തോഷമുണ്ട് ആ പദം അങ്ങനെ അങ്ങ് പറയുവാൻ? എൻ്റെ കൊമ്പ്, ഹല്ലേലൂയ, എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. ഒന്ന് പറഞ്ഞാട്ടെ ദൈവമക്കളെ, എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. വെറുതെ ആനന്ദിക്കുകയാണോ? യഹോവയിൽ ആനന്ദിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ലോകത്തിൽ ആനന്ദിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ലോകത്തിൽ നോക്കിയാൽ ആനന്ദം കണ്ടെത്താൻ, ഹല്ലേലൂയ, വിരൽ തുമ്പിൽ കാര്യങ്ങൾ ലഭിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന ഭക്തൻ പറയും, എൻ്റെ ഹല്ലേലൂയ ഹൃദയം ആനന്ദിക്കുന്നത് യഹോവയിലാണ്, യഹോവയിലാണ്. ഹല്ലേലൂയ. ലോകത്തിൻ്റെ ഹല്ലേലൂയ മോടി പിടിപ്പിക്കുന്ന സൗകര്യങ്ങൾക്കോ സാഹചര്യങ്ങൾക്കോ, ഹല്ലേലൂയ, ലോകം കാണിക്കുന്ന സന്തോഷം തരുന്ന സാഹചര്യങ്ങളോ അല്ല എന്നെ ആനന്ദമാക്കുന്നത്, എൻ്റെ ലൈഫ് ആനന്ദമാക്കുന്നത്. ഞാൻ ആനന്ദിക്കുന്നത് യഹോവയിലാണ്, ഞാൻ ആനന്ദിക്കുന്നത് യഹോവയിൽ. ഇന്ന് പലരും ആനന്ദം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? വലിയ വലിയ ഫംഗ്ഷനുകൾ നടത്തി, വലിയ വലിയ ഹല്ലേലൂയ, വലിയ വലിയ സാഹചര്യം, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം പോയാണ് ആനന്ദം കണ്ടെത്തുന്നത്. അവർക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല. ആനന്ദം കണ്ടെത്തുവാൻ, സമാധാനം കണ്ടുപിടിക്കുവാൻ പല സാധ്യതകളും അവർ തേടുന്ന ഒരു കാലഘട്ടമാ. ഹല്ലേലൂയ. പല സാധ്യതകളും അവർ തേടുകയാ. മദ്യമായിട്ട്, മയക്കുമരുന്നായിട്ട്, അല്ല മറ്റുള്ള രീതികളായിട്ട്. ദൈവമക്കളെ, എത്രയധികം വേദനിക്കുന്ന അനുഭവങ്ങളാ നമ്മൾ കാണുന്നത്, നമ്മൾ ഡെയിലി കേൾക്കുന്നത്. ഞാൻ പറയട്ടെ, ആനന്ദം കണ്ടെത്തുവാൻ ഹല്ലേലൂയ ഇന്ന് പലരും അങ്ങനെ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ, ലോകത്തിൻ്റെ മോഹത്തിന് വേണ്ടി ഹല്ലേലൂയ ജീവിതം കാണുക നോക്കുമ്പോൾ, ഞാൻ ഇന്ന് ആത്മാവിൽ വിളിച്ചു പറയാ, യഹോവയിൽ ആനന്ദം കണ്ടെത്താൻ കഴിഞ്ഞാൽ, യഹോവയിൽ ആനന്ദം കണ്ടെത്താൻ കഴിഞ്ഞാൽ, ഈ ലോകത്തിന്റെ അപ്പുറം നിനക്കൊരു നിത്യതയുടെ തിറമുഖം. നീ ആനന്ദം കണ്ടെത്താൻ ലോകത്തിനെ തിരിഞ്ഞോടണ്ട. നീ ആനന്ദം കണ്ടെത്താൻ ഹല്ലേലൂയ നിന്റെ മുന്നിൽ ഒരു സാധ്യതകളെ നോക്കി പോകണ്ട. നിനക്കാനന്ദം കണ്ടെത്താൻ, പ്രാർത്ഥിക്കുന്ന ഭക്തൻ ആനന്ദം കണ്ടെത്താൻ ഹല്ലേലൂയ ഏറ്റവും ബെറ്ററായ ഒരിടം എവിടാന്നറിയാമോ? ഒരു പ്രാർത്ഥനാ മുറിയാ. ആമേൻ, ഹല്ലേലൂയ. ഒരു പ്രാർത്ഥനാ മുറിയ, ഹല്ലേലൂയ. ഒരു മുഴങ്കാല, കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീരാ ദൈവമക്കളെ. നമുക്ക് ആനന്ദം കണ്ടെത്താൻ എൻ്റെ മുന്നിലിരിക്കുന്ന ദൈവമക്കളെ എത്ര പേര് ഇത് അനുഭവിച്ചവരാണെന്ന് എനിക്കറിയാം. പലപ്പോഴും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കണ്ണുനീരുകളും നെടുവീർപ്പുകളും പട്ടിണികളും ഹല്ലേലൂയ പ്രിയ സിന്ധുവാൻ്റെ പരിഹാസങ്ങളും നിന്ദയും ഒക്കെ ഏറ്റപ്പോഴും ആനന്ദം കണ്ടെത്തിയത് യഹോവയിലാ. സാഹചര്യം ഇല്ലാഞ്ഞിട്ടല്ല, സാധ്യതകൾ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ നമ്മൾ എങ്ങും പോകാത്തത് എന്താണെന്നറിയാമോ? വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഈ കണ്ണുനീരിനപ്പുറം എനിക്കൊരാനന്ദമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഭവിക്കുന്ന പ്രതികൂലത്തിനപ്പുറം എനിക്ക് ആനന്ദിക്കുന്ന ഒരു ദിവസം വരും, എനിക്ക് ആനന്ദിക്കുന്ന ഒരു ദിവസം വരും. ഹന്നയോട് ചോദിച്ചാൽ ഹന്നയുടെ ജീവിതത്തിനകത്ത് ആനന്ദമില്ലാത്ത കുറേ അധികം സമയങ്ങളുണ്ടായിരുന്നു, കുറേ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ. ഹല്ലേലൂയ. എൽക്കാന പറഞ്ഞു, ഹല്ലേലൂയ, നിന്റെ പുത്രന്മാരുണ്ടാകുന്നതിലും നല്ലതല്ലേ ഞാനിത്. ഹല്ലേലൂയ, ഞാൻ നിനക്ക് അധികം സന്തോഷം തരുന്നില്ലേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ, ഞാൻ നിന്നെ കരുതുന്നില്ലേ. പക്ഷെ ആനന്ദം കണ്ടെത്താനോ ഹല്ലേലൂയ കഴിഞ്ഞില്ല. ഹന്നയുടെ ജീവിതത്തിനകത്ത് ആനന്ദം നഷ്ടപ്പെട്ടു പോയ, കണ്ണുനീരൊഴിയാത്ത രാത്രികൾ. ഹോ ഹല്ലേലൂയ. ഞാനിങ്ങനെ അങ്ങ് ചിന്തിക്കുകയാണ്, പില്ലോയിൽ അവളുടെ കണ്ണുനീര് വീണ് നനയുന്ന രാത്രികൾ, ആരും കാണാതെ ഓല കരയുന്ന ദിനങ്ങൾ, എടുത്തു വെച്ച ഭക്ഷണം കഴിക്കുവാൻ കഴിയാത്ത സമയങ്ങൾ. ഒരു വീട്ടിനകത്ത് പ്രതിയോഗി നിരന്തരം കുത്തിനോവിക്കുന്നു. അവളുടെ വേദന, അവൾ അനുഭവിപ്പിക്കുന്ന പ്രതികൂലങ്ങൾ, കുത്തി നോവിപ്പിക്കുന്ന നൊമ്പരങ്ങൾ, വേദനിപ്പിക്കുന്ന വാക്കുകൾ, പരിഹാസങ്ങൾ, അപമാനങ്ങൾ.
ജീവിതത്തിൽ ആനന്ദം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരു നാൾ അവൾക്ക് മനസ്സിലായി, ആനന്ദം കണ്ടെത്തുവാൻ ഒരിടമുണ്ട്, ആനന്ദം കണ്ടെത്തുവാൻ എനിക്കൊരിടമുണ്ട്. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ച് പറയട്ടെ ദൈവമക്കളെ, ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഒത്തിരി തകർന്നിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഒത്തിരി മുറിവേറ്റ വ്യക്തിയാണോ നീ? ഒത്തിരി കരയുന്ന വ്യക്തിയാണോ നീ? ആനന്ദം കണ്ടെത്താൻ നിനക്കൊരിടമുണ്ട്, ആനന്ദം കണ്ടെത്താൻ നിനക്കൊരിടമുണ്ട്. നിന്നെ സന്തോഷിപ്പിക്കാൻ ഒരു ദൈവമുണ്ട്. നിന്റെ കൊമ്പിനെ ഉയർത്തുവാൻ ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇവിടെ ഹന്ന പ്രാർത്ഥിച്ച പറഞ്ഞത് എന്ന് വെച്ചാൽ, ഈ ആനന്ദമില്ലാത്ത സാഹചര്യം മാറി, സന്തോഷമില്ലാത്ത സാഹചര്യം മാറി, സന്തോഷം ഇവളുടെ ലൈഫിനകത്ത് വന്നപ്പോൾ ഇവൾ നന്ദി പറയുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് അതാ. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകുന്നത് അതാ. കരയാൻ സാഹചര്യവും പ്രതികൂലവും പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ നമ്മൾ ഒത്തിരി കരയും, ദൈവത്തോട് നിലവിളിക്കും. ഹല്ലേലൂയ. പക്ഷേ പലപ്പോഴും വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ നന്ദി പറയാൻ മറന്നുപോകും. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ച് പറയാം, ദൈവം നിനക്കെന്തെങ്കിലും ചെറിയൊരു വിടുതൽ തന്നാൽ, ചെറിയ കാര്യം ചെയ്താൽ, ഹല്ലേലൂയ, നന്ദി പറയാനൊരു മനസ്സുണ്ടാകണം. ഒത്തിരി ആഗ്രഹിച്ച് കിട്ടിയ തലമുറയാ, ഒത്തിരി പ്രാർത്ഥിച്ച് കിട്ടിയ തലമുറയാ. എന്നാൽ ഇവനെ ഏതെങ്കിലും രാജ്യത്തിൽ കൊണ്ടുപോയി ഇവനെ അങ്ങ് വളർത്താമെന്ന് ചിന്തിച്ചില്ല. ഹല്ലേലൂയ. നമ്മളായിരുന്നെങ്കിൽ രാജ്യം വിട്ടുപോയി വേറെ ഏതേലും രാജ്യത്ത് കൊണ്ടുപോയി വളർത്തിയേനെ. ആമേൻ. ഹല്ലേലൂയ. ആലയത്തിൽ കൊടുക്കാനോ? ഞാൻ പറയാം, ദൈവം നിനക്ക് തന്നതാ. എന്നാ മനസ്സാ മാതാവിൻ്റെ, നോക്കിക്കേ. ഹല്ലേലൂയ. എന്തൊരു മനസ്സല്ലേ, എന്നാ വലിയ തീരുമാനമാത്. ദൈവം തന്നതിനെ തിരികെ ആലയത്തിൽ കൊടുത്തിട്ട്, 1-ാം അധ്യായം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നൊരു പദമുണ്ട്, ഈ ബാലനായിട്ടാ ഞാൻ പ്രാർത്ഥിച്ചേ, ഈ ബാലനായിട്ടാ ഞാൻ നിലവിളിച്ചേ, ഇതിനു വേണ്ടിയാ ഞാൻ പ്രാർത്ഥിച്ചേ. എന്തോ പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ചില പറച്ചിലുകൾ, ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളെ കർത്താവ് തുറക്കുകയാ. സിന്ധു ആൻറ്റി പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ പറയുന്നു. ഹന്ന പ്രാർത്ഥിച്ച് പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു, യഹോവയിൽ ആനന്ദിക്കുന്നു. അങ്ങനെയുള്ള ചില അവസരങ്ങളെ പരിശുദ്ധാത്മാവ് തുറക്കുകയാ. ഹസ്തന വൈഡ രഗക്ഷ പ്രബേരിയ. ഉപവാസ പ്രാർത്ഥന വെറുതെ ഒരു നേരം പോക്കല്ലെന്ന് ആത്മാവ് പ്രവചിക്കുക. ഇതിനകത്ത് എന്തോ അസാധാരണമായ ചില വിടുതലുകളെ പരിശുദ്ധ ആത്മാവ് തുറക്കുമെന്ന് ആത്മാവ് ആലോചന കൈമാറുകയാ. ഉഡാ മന രഗക്ഷ പ്രബേരിയ അസ്തരാ ദഗക്ഷം വൈഡ നാളിതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആത്മാവിൻ്റെ വലിയൊരു സ്വാതന്ത്ര്യവും ശുശ്രൂഷയിൽ അടുത്തൊരു തലവും ആത്മാവ് തുറക്കുമെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുന്നു. പലപ്പോഴും തുറന്നു വന്നത് പലപ്പോഴും അടഞ്ഞുപോയി. ശുശ്രൂഷകൾ പലപ്പോഴും എവിടൊക്കെയോ അടഞ്ഞു, വേണ്ടവണ്ണം തുറക്കുവാൻ കഴിയാതെ ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും വേണ്ടവണ്ണം അത് തുറക്കുവാൻ കഴിയാതെ മനുഷ്യനും പിശാചും, ആ പദം പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അങ്ങനെ തന്നെ പ്രവചിക്കുന്നു, മനുഷ്യരും പിശാചും ഒരുപോലെ ചേർത്തടച്ചത് മാർച്ച് മാസത്തിൽ സ്വർഗം തുറക്കുകയാണെന്ന്. ചൂടാമന ഹസ്തരാദല വൈശാമന രഗാദലാദരാദനിയ. ഹല്ലേലൂയ. ഈ ഒരു തീരുമാനം ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ഈ ആഴ്ച വേർതിരിച്ചിരുന്നത് മറക്കാൻ കഴിയാത്ത രീതിയിൽ ശുശ്രൂഷ മേഖലകളിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഒരു കത്തി, ഒരു ആയുധം മൂർച്ച കൂട്ടി പുറത്തു വരുന്നത് പോലെ, ഒരായുധത്തിന് മൂർച്ച കൂടുന്നത് പോലെ ഈ ദിവസങ്ങളിൽ അഭിഷക്ത ദാസി നിങ്ങളെ പരിശുദ്ധാത്മാവ് മൂർച്ച കൂട്ടി പുറത്തു കൊണ്ടുവരുന്നു.
പ്രാർത്ഥിച്ചാട്. ശാലബാര ഹസ്തരാതിര. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില മിനിറ്റുകൾ അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. എനിക്കറിയാം ഈ മിനിറ്റുകളിൽ ദൈവം ചിലതിനെ അസാധാരണമായ നിലയിൽ പുറത്തു കൊണ്ടുവരികയാ. ഹല്ലേലൂയ. നിന്റെ ഹൃദയങ്ങൾ ഹല്ലേലൂയ യഹോവയിൽ ആനന്ദിക്കുന്ന രീതിയിൽ, യഹോവയിൽ ആനന്ദിക്കുന്ന രീതിയിൽ നിനക്ക് വേണ്ടി ചില ദൈവ പ്രവർത്തികൾ അസാധാരണമായ നിലയിൽ സ്വർഗത്തിലെ ദൈവം തുറക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ, ഓ ദൂരം ബാലം ധാരം ജാലം വേദം ജാരം ധാരം ജാലം. അല്പമിനിറ്റുകൾ കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. രണ്ടാമത്തെ ഭാഗം പറയുന്നു, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. ആമേൻ. അടുത്തത് പറയുകയാണേ, എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. അപ്പം കൊമ്പ് ഒടിഞ്ഞ ചില മേഖലകളുണ്ട്, കൊമ്പ് താണുപോയ മേഖലകളുണ്ട്, കൊമ്പ് ഉയർത്താൻ കഴിയാതെ പോയ ചില മേഖലകളുണ്ട്. ഇന്നൊരു രാത്രി സ്വർഗത്തിൽ ദൈവം കൈമാറുകയാ. അവിടെ നിന്റെ കൊമ്പിനെ ദൈവം ഉയർത്തുമെന്ന്, അവിടെ നിന്റെ കൊമ്പിനെ കർത്താവ് ഉയർത്തുമെന്ന് ആത്മാവിൽ ആരോട് പരിശുദ്ധാത്മ പ്രവചിക്കുകയാണ്. നിന്റെ കൊമ്പിനെ കർത്താവ് ഉയർത്തും, നിന്റെ കൊമ്പിനെ കർത്താവ് ഉയർത്തും. ഹല്ലേലൂയ. നാളിതുവരെ നിന്റെ കൊമ്പൊടിച്ച് കളഞ്ഞ് നിന്നെ കൊണ്ട് തല താഴ്ത്തി, എന്തോ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. നിന്റെ തലയെ താഴ്ത്തിക്കളഞ്ഞ, നിന്റെ തലയെ കൊനിച്ച് കളഞ്ഞ, നിന്റെ കൊമ്പുകളെ ഉയരാതെ താഴ്ത്തിക്കെട്ടിയ ശക്തികളുടെ മുന്നിൽ, നീ കൊമ്പ്, നിന്റെ കൊമ്പ് ബഹുമാനത്തോടെ, ഓ റിബലബര ഹസ്തരാദല വൈഡവാലവ ചാലപ്രബരഘടകസിയ. നിന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കൂ. നിന്റെ കൊമ്പ് ബഹുമാനത്തോടെ സാധാരണ രീതിയിലല്ല. നിന്റെ കൊമ്പ് ബഹുമാനത്തോടെ. നാളിതുവരെ നിന്നെ മച്ചി എന്ന് പറഞ്ഞ് കളിയാക്കിയവളുടെ മുന്നിൽ, നാളിതുവരെ നിന്നെ നിന്നെ പ്രയാസപ്പെടുത്തിയവരുടെ മുന്നിൽ, നിന്നെ ക്ഷീണിപ്പിച്ചവരുടെ മുന്നിൽ, നിന്നെ കുത്തി നോവിച്ചവരുടെ മുന്നിൽ, നിന്റെ കൊമ്പിനെ ദൈവം കൊമ്പിനെ ബഹുമാനത്തോടെ, നിന്റെ കൊമ്പിനെ ബഹുമാനത്തോടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നൊരു രാത്രി ഞാൻ ചില അഭിഷക്തരെ നോക്കി പ്രവചിക്കുകയാ. ചിലരുടെ കൊമ്പിനെ കർത്താവ് ബഹുമാനത്തോടെ ഉയർത്തുന്നു. ബഹുമാനത്തോടെ ചില മേഖലകൾ ഉയർത്തുകയാ. നിങ്ങളെ അപമാനിച്ച ചില മേഖലകൾ, നിന്ദിച്ച ചില മേഖലകൾ, ക്ഷീണിപ്പിച്ച ചില മേഖലകൾ, അവിടെ നിനക്കൊരു മാന്യത നൽകി, നിനക്കൊരു ബഹുമാനം നൽകി. കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ചോ. ഇന്നൊരു രാത്രി കർത്താവ് വലിയവ ചെയ്യുന്നല്ലോ, ഇന്നൊരു രാത്രി കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുന്നല്ലോ. ഹല്ലേലൂയ. ഈ രണ്ട് പദം പറയുമ്പോഴും അവിടെ പറയുന്നൊരു ഭാഗമുണ്ട്, യഹോവയിലാണ് ഇത് സംഭവിക്കുന്നത്. യഹോവയില, മറ്റൊരുവനിൽ രക്ഷയില്ല, മറ്റൊരുവനിലും രക്ഷയില്ല. ദൈവമക്കളെ, രക്ഷിക്കപ്പെടുവാൻ നിനക്കുയരുവാൻ വേറൊരു മാർഗമില്ല, നിന്നെ ഉയർത്തുവാൻ വേറൊരു മാർഗമില്ല. ഹല്ലേലൂയ. നിനക്ക് ഈ വചനമേ ഉള്ളൂ. ആമേൻ. നിന്നെ ഉയർത്തുവാൻ, നിന്നെ മാനിക്കുവാൻ. ഹല്ലേലൂയ. ഒരു പാട്ടുണ്ടല്ലോ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം
യേശുവേ. യോഗ്യതയൊന്നുമില്ല ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഗ്യതയൊന്നും ഉണ്ടായിട്ടല്ല ദൈവം നമ്മളെ സ്നേഹിച്ചത്. ദൈവം നമ്മളെ വീണ്ടെടുത്തത്, ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. നിന്നെ ചില മേഖലകളിൽ നിന്റെ കൊമ്പുകളെ ഉയർത്തി നിർത്താനാ. ഹല്ലേലൂയ. നിന്നെ അപമാനിച്ചവരില്ലേ, നിന്നെ നിന്ദിച്ചവരില്ലേ, പരിഹസിച്ചവരില്ലേ, നിനക്കെതിരെ കുറ്റം പറഞ്ഞവരില്ലേ, അപവാദം പറഞ്ഞ് നീ ചെയ്യാത്തതുപോലും പറഞ്ഞുണ്ടാക്കിയവരില്ലേ, ഹല്ലേലൂയ. അവരുടെ മുന്നിൽ ഹല്ലേലൂയ നിന്റെ കൊമ്പിനെ ഒന്ന് ഉയർത്തി നിർത്താനാ ദൈവമക്കളെ. ഹല്ലേലൂയ. നിന്നെ വിലയ്ക്ക് വാങ്ങിയത് അവരുടെ മുന്നിൽ നിന്നെ ഒന്ന് മാനിക്കാനാ, നിന്നെ ഒന്ന് അനുഗ്രഹിക്കാനാ. ഹല്ലേലൂയ. നിന്നെ ഒന്ന് ഹല്ലേലൂയ ഉയർത്തി നിർത്താനാ. ഹല്ലേലൂയ. ഹന്ന പറയുകയാണ്, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കും, എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ. ഓ റീബാല ഹസ്തരാധര. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ. ഈ ശത്രുക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ നിനക്കെതിരെ എന്തെങ്കിലും പ്രയാസമുള്ള ഹല്ലേലൂയ നിൻ്റെ കൂട്ടു സഹോദരനോ കൂട്ടു സഹോദരിയുടെ കാര്യമല്ല പറഞ്ഞത് കേട്ടോ. ഹല്ലേലൂയ. അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകും, അതുകൊണ്ട് 2 എണ്ണം അവളോട് പറയാമെന്നും പറഞ്ഞ് ഹല്ലേലൂയ അങ്ങനെ പറയുന്ന പരിപാടിയല്ല കേട്ടോ. ആരും തെറ്റിദ്ധരിക്കരുതേ. ഹല്ലേലൂയ. അതല്ല ഇവിടെ പറഞ്ഞത്. ഹല്ലേലൂയ. ഇന്ന് സാധാരണ തിരിച്ചാണ് നടക്കുന്നത്. എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകും. എവിടെങ്കിലും എനിക്ക് ആ സഹോദരി എന്തെങ്കിലും പറഞ്ഞാൽ, അവരൊന്ന് പറഞ്ഞാൽ നമ്മൾ 10 എണ്ണം പറയും. വിശാലമാകുമല്ലേ എൻ്റെ വായ്. ഹല്ലേലൂയ. നോൺ സ്റ്റോപ്പ് പോലെ വരികയാ. ഹല്ലേലൂയ. നോ, നീ മൗനമായിരിക്കുക. ഹന്ന പ്രതികരിക്കാൻ നിന്നില്ല. ഹല്ലേലൂയ. ഹന്ന പെനീനയോട് മറുപടി പറഞ്ഞില്ല. ഹന്ന പെനീനയോട് സംസാരിച്ചത് അവിടെ എഴുതി വെച്ചിട്ടില്ല. അവർ രണ്ടും വീട്ടിൽ കിടന്ന് അടിപിടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല. ഹല്ലേലൂയ. അവർ രണ്ടും വീട്ടിൽ കിടന്ന് പ്രശ്നമുണ്ടാക്കിയെന്ന് പറഞ്ഞില്ല. നിനക്കെതിരെ പ്രശ്നങ്ങൾ വരുമ്പോൾ, നിനക്കെതിരെ പ്രതികൂലങ്ങൾ വരുമ്പോൾ, ഈശാന മൂലന്റെ കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ, നീ ചെയ്യാത്ത കാര്യങ്ങൾ നിനക്കെതിരെ ശത്രു അപവാദം പറയുമ്പോൾ, നിനക്കെതിരെ ഹല്ലേലൂയ എഴുതി വിടുമ്പോൾ, നീ മൗനമായിരിക്കുക. നീ മൗനമായിരിക്കുക. നിന്റെ കൊമ്പിനെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. നിനക്ക് ആനന്ദിക്കാൻ പറ്റുന്ന ഒരു ദിവസം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് നിന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. നമ്മൾ മറുപടി പറയാൻ പോയാൽ ഹല്ലേലൂയ ദൈവത്തിന് പലപ്പോഴും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പറ്റുന്നതിന് മുന്നമേ തന്നെ നമ്മൾ അവിടെ കയറി പ്രവർത്തിച്ച പ്രശ്നത്തെ അങ്ങ് ഭയങ്കര വഷളാക്കി കളയും. പിന്നെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. പിന്നെ പ്രവർത്തിക്കുന്നത് എന്താണെന്നറിയോ? പിശാചിൻ്റെ പദ്ധതികളാ. ഇന്ന് പലയിടത്തും നടക്കുന്നത് അതാ. കുടുംബങ്ങളിൽ, സഭകളിൽ, ദൈവമക്കളുടെ ഇടകളിൽ ഏറ്റവും കൂടുതൽ ഇതാ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സഭകൾ രണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ജനങ്ങൾ മാറിപ്പോകുന്നത്? ഹല്ലേലൂയ. പലപ്പോഴും പലയിടങ്ങളിൽ മൗനമായിരിക്കുവാൻ കഴിയുന്നില്ല. എന്തോ എനിക്കറിയത്തില്ല ഈ ഉപവാസ പ്രാർത്ഥന എന്താ ഇങ്ങനെ വചന ശുശ്രൂഷ പോകുന്നതെന്ന്. ഹസ്തരാധന ചുടാമന രഗചേരിയാധന. എനിക്കറിയാം ശാന്തമായി പോകുന്ന ഈ വചനം എവിടേക്കോ ചില മേഖലകൾ വിടുതലുകളെ സൃഷ്ടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും മൗനമായിരിക്കുവാൻ കഴിയാത്തത് കൊണ്ട് കൊമ്പ് ഒടിഞ്ഞു പോവുക ചെയ്യുന്നേ. കൊമ്പ് ഒടിഞ്ഞു പോവുകയാ ചെയ്യുന്നേ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ കൊമ്പൊടിയാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ കൊമ്പിനെ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്താൻ ആഗ്രഹിച്ചാൽ നീ അനുസരിച്ച് നിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ നിന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയരുന്ന ഒരു സമയമുണ്ട്. നിന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർക്കുന്ന ഒരു സമയമുണ്ട്. നീ പെനീനയോട് മറുപടി പറയണ്ടെന്ന്, നീ പെനീനയോട് സംസാരിക്കണ്ട, നീ വീട്ടിൽ കിടന്ന് അടിപിടി വെക്കണ്ട. നിങ്ങൾ രണ്ടുപേരും അവിടെ പ്രശ്നം ഉണ്ടാക്കണ്ട.
നിനക്ക് വേണ്ടി ഞാൻ മറുപടി പറയാം ഹന്നേ, നിനക്ക് വേണ്ടി ഞാൻ മറുപടി പറയാം ഹന്നേ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി മറുപടി പറയാൻ ഒരു സ്വർഗമുണ്ട്, നിനക്ക് വേണ്ടി മറുപടി പറയാൻ ഒരു ഉടയവനുണ്ട്, നിനക്ക് വേണ്ടി മറുപടി പറയാൻ ഒരു കർത്താവുണ്ട്. എന്തോ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ഗിരീഷ് പാലക്കാട് ബ്രദറെ, പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി മറുപടി പറയാൻ, നിങ്ങൾക്ക് വേണ്ടി ഇടപെടുവാൻ ഒരു കർത്താവുണ്ടെന്ന്. എനിക്കറിയത്തില്ല നിങ്ങളുടെ വിഷയം എന്താണെന്ന്, പക്ഷെ സ്വർഗത്തിലെ ദൈവം എന്നോട് പ്രവചിക്കാൻ പറയുന്നു. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന പ്രശ്നത്തിനകത്ത് മറുപടി പറയാൻ നിൽക്കണ്ട, പ്രതികരിക്കാൻ നിൽക്കണ്ട. നീ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ നിനക്ക് വേണ്ടി മറുപടി പറയുവാൻ, നിനക്ക് വേണ്ടി മറുപടി പറയുവാൻ ഒരു കർത്താവുണ്ട്, ഒരു കർത്താവുണ്ട്. ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇറങ്ങി വരുമെന്ന് പരിശുദ്ധ ആത്മാവ് പ്രവചിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്ന സമയമാണ് ഈ മാർച്ച് മാസമെന്ന് പരിശുദ്ധ ആത്മാവ് പ്രവചിക്കുന്നു. ഹൃദയം ആനന്ദിക്കുന്ന സമയങ്ങളാണെന്ന്. ഹല്ലേലൂയ. ചില ദിവസങ്ങളായി ആനന്ദിക്കുവാൻ കഴിയാതെ, ചില ദിവസങ്ങളായി വേദനിച്ച് കണ്ണുനീരോടെ നിരാശയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന വിഷയത്തിന് സ്വർഗത്തിന്റെ കരമിറങ്ങുന്നത് ഞാൻ കാണുന്നു. കൈപോലെ ഒരു മേഘം പൊങ്ങിയിട്ടുണ്ട്, കൈപോലെ ഒരു മേഘം പൊങ്ങിയിട്ടുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥന അഭിഷേകത്തിനെ പരിശുദ്ധ പ്രവചിക്കുന്നു. കൈപോലെ ഒരു മേഘം പൊങ്ങിയിട്ടുണ്ട്. അതൊരു വലിയ മഴയുടെ മുഴക്കമാണ്, അതൊരു മഴയുടെ സീസണാണ്, അതൊരു വിടുതലിന്റെ ടൈമാണെന്ന്. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവ് പ്രവചിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ കർത്താവ് തൻ്റെ ദൂതന്മാരെ ആക്കി വെക്കുന്നെന്ന്, കർത്താവ് തൻ്റെ ദൂതന്മാരെ ആക്കി വെക്കുന്നെന്ന് പരിശുദ്ധ ആത്മാ പ്രവചിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കൊമ്പ് ഒടിഞ്ഞു പോയ ഏത് സാഹചര്യമാണെങ്കിലും ദൈവത്തിന് അവിടെ നികത്തുവാൻ പറ്റും, ദൈവത്തിനത് പരിഹരിക്കാൻ പറ്റും. ഹല്ലേലൂയ. വലിയ പ്രശ്നമായിരുന്നു ഇവളുടെ ഈ സങ്കടം. ഒരുപക്ഷെ ഞാനങ്ങ് ചിന്തിക്കുകയാണേ, ഇവർ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് കാണും, എവിടെല്ലാം പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാമോ അവിടെയൊക്കെ പോയി ചെയ്ത് കാണും, ആരൊക്കെ ഏതെല്ലാം പ്രവാചകന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാമോ ഹല്ലേലൂയ അതൊക്കെ ചെയ്ത് കാണും, പ്രവചനങ്ങളെല്ലാം കേട്ട് കാണും. ഹല്ലേലൂയ. ആരെ കൊണ്ട് തലേ കൈവച്ച് പ്രാർത്ഥിപ്പിക്കാമോ അതൊക്കെ ചെയ്ത് കാണും. പക്ഷേ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളും ഇത് തന്നെയല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ട ദൈവ ശബ്ദം മുറുകെ പിടിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയരുന്നൊരു സമയമുണ്ട്. നിന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. വീട്ടിൽ ഇവളുടെ കൊമ്പ് താണിരിക്കുക. കാരണം പെനീനയ്ക്ക് മക്കളുണ്ട്. ഒരു വീട്ടിലെ 2 സഹോദരിമാരിൽ ഒരാൾ മക്കളെ കൊഞ്ചിക്കുമ്പോൾ കളിപ്പിക്കുമ്പോൾ നിങ്ങൾ ആ സാഹചര്യം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരണേ. ഹല്ലേലൂയ. മറ്റൊരുവൾക്ക് മക്കളില്ല, അങ്ങനെങ്ങാണെങ്കിൽ അങ്ങനെ പോട്ടെ. കുത്തി നോവിപ്പിക്കലും വേദനിപ്പിക്കലും ഒരു വീടിനകത്തെ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അതുകൊണ്ടാ ആലയത്തിൽ പോയി അങ്ങനെ അങ്ങ് കരഞ്ഞത്. അവക്കറിയാം പെനീനയോട് മറുപടി പറയാൻ എനിക്ക് പറ്റത്തില്ല, പെനീനയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് പറയാനൊരിടമുണ്ട്, എനിക്ക് പറയാനൊരിടമുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാ, ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കുവാനുള്ള ഒരിടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കുവാനുള്ള
ടൈമാണ്. പ്രാർത്ഥനയിൽ മാത്രമല്ല, ഏത് സമയത്തും ഹല്ലേലൂയ 24/7 നിനക്ക് ദൈവവുമായി സംസാരിക്കാൻ പറ്റും, ദൈവവുമായി ഇടപെടാൻ പറ്റും, ഹല്ലേലൂയ ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, നിൻ്റെ സങ്കടങ്ങൾ പറയാൻ പറ്റും. നീ ഒരു കോടതിക്ക് പോകണ്ട, നീ ഒരു പെറ്റീഷന് പോകണ്ട, നീ ലോകത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണ്ട, 4 പേരെ വിളിച്ചുകൂട്ടി നീ പഞ്ചായത്ത് നടത്തണ്ട, നീ ആലയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ മുട്ടുമടക്ക്. കുടുംബജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ വരുമ്പോ നാട്ടുകാരെ വിളിച്ചു വരുത്തി, കൂട്ടക്കാരെ വിളിച്ചു വരുത്തി, ആളുകളെ കൂട്ടി വലിയ ഒരു പഞ്ചായത്ത് കൂടുകയല്ല ചെയ്യുന്നത്. ചെറിയൊരു പ്രശ്നം വരുമ്പോൾ മുട്ടുമടക്ക്. നിന്റെ സഭയ്ക്കകത്തൊരു വിഷയം വരുമ്പോൾ ഹല്ലേലൂയ നീ മുട്ടുമടക്ക്. ഹല്ലേലൂയ നിനക്ക് ഇടപെടാൻ ഒരു ദൈവമുണ്ട്, നിന്നോട് സംസാരിക്കുവാൻ ഒരു ദൈവമുണ്ട്, നിനക്ക് പരിഹാരം തരാൻ. ആമേൻ, ഹല്ലേലൂയ. കേൾക്കുക മാത്രമല്ല, പലയിടത്തും പല ദൈവങ്ങളും പറഞ്ഞത് കേൾക്കുന്നെന്ന് അവർ പറയുന്നത്. പക്ഷെ നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, കേട്ടിട്ട് എൻ്റെ വിഷയത്തിന് പരിഹാരം തരും. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ വിഷയത്തിന് പരിഹാരം തരും. കേൾക്കുക മാത്രമല്ല പരിഹാരം തരുവാൻ. ഹോ ലബറ കറ്റലെ ഹർദരെ ജാല പ്രഭര ഹല്ലേലൂയ. കേട്ടിട്ട് പരിഹാരം തരുന്നൊരു ദൈവം, പരിഹാരം തരാൻ. എന്തോ ഇന്ന് പരിശുദ്ധാത്മ പ്രവചിക്കുന്നല്ലോ, ഈ ഉപവാസ പ്രാർത്ഥന ചെറുടെയൊക്കെ വിഷയത്തിന് പരിഹാരം കർത്താവ് തരികയാ. ഷൈജുസി അഭിഷേകത്തിനെ പരിശുദ്ധാത്മ പ്രവചിക്കുന്നു. ചില വിഷയങ്ങൾക്ക് കർത്താവ് പരിഹാരം തരികയാ, ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് പരിഹാരം തരികയാ. എന്തോ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് പരിഹാരം. ആ പദം ശക്തമായി കർത്താവ് സംസാരിക്കുന്നു. അതിന് പരിഹാരമുണ്ടെന്ന്, ദൈവം പരിഹാരം തരികയാണെന്ന്. ഹല്ലേലൂയ. ആരും സംസാരിക്കാനില്ലെന്ന് ചിന്തിക്കരുത്, ആരും ഇടപെടാനില്ലെന്നോർത്ത് ഭാരപ്പെടണ്ട, ആരും ഹല്ലേലൂയ എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ ഇല്ലെന്നോർത്ത്, എനിക്ക് വേണ്ടി ഇടപെടാൻ ഇല്ലെന്നോർത്ത് നിരാശപ്പെടണ്ട. ചില വിഷയങ്ങൾക്ക് പരിഹാരം ദൈവം നൽകുന്നു. അഭിഷേകത്തിലെ പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു. സെഖര്യാവിനോട് ദൂതൻ പറഞ്ഞ പദം ഹല്ലേലൂയ ഇങ്ങനെ തന്നെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന്. പ്രാർത്ഥനയ്ക്കുത്തരമായി. ആ പദം പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രാർത്ഥനയ്ക്കുത്തരമായി. എന്തോ എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നത് എഴുതി വെച്ചിരിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾ അതിനുത്തരമായെന്ന്. ഓ റിബാല ഹസ്തര ഉടാ ലബ്ര കറ്റല റൈബ ലഗക്ഷ പ്രബേരിയ. അഭിഷേകത്തിനെ പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഹല്ലേലൂയ. ഏപ്രിൽ മാസം ഹല്ലേലൂയ 27 ബന്ധപ്പെട്ട് ദൈവം ചില വിടുതലുകളെ ചെയ്യുമെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുകയാ. ഹല്ലേലൂയ. ഏപ്രിൽ മാസം ഹല്ലേലൂയ 27 കുറിച്ചിട്ടോ ആ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് അസാധാരണമായ ചില വിടുതലുകളെ പരിശുദ്ധ ആത്മാവ് തുറക്കുമെന്ന ആത്മാവ് ആലോചന കൈമാറുന്നു. ഓ റിബാല ഹസ്തര. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സെഖര്യാവിന് പ്രതീക്ഷിക്കാൻ വകയില്ല, സെഖര്യാവിന് ചിന്തിക്കാൻ വകയില്ല, പക്ഷെ സ്വർഗത്തിലെ ദൈവം കൈമാറുകയാണ്. സെഖര്യാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് എന്ന് വെച്ചാൽ ആ വാർത്തയ്ക്കെതിലും സെഖര്യാവ് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നെന്ന്. സാധ്യതയില്ലെങ്കിലോ സാഹചര്യമില്ലെങ്കിലോ വിശ്വസിക്കാൻ വഴിയില്ലെങ്കിലോ പ്രാർത്ഥന മുടങ്ങിയില്ല. വാർത്തയ്ക്കെതിലും വിശ്വസിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് ചെറിയൊരു അവിശ്വാസം ചെറുതായിട്ടൊക്കെ ഒന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നാൽ ഒരു കാര്യം ചെയ്യുക, നിനക്ക് വെളിപ്പെട്ട വാഗ്ദത്തം നിൻ്റെ വായ കൊണ്ട് നീ അങ്ങ് കെട്ടണ്ട. അതുകൊണ്ട് ഇത് പുറത്ത് വരുന്നോടം വരെ നീ അങ്ങ് മൗനമായിരുന്നു. ആമേൻ. നീ അങ്ങ് മൗനമായിരിക്കെ. ഹല്ലേലൂയ. അല്ലെങ്കിലേ ഈ വാഗ്ദത്തം നീ അങ്ങ് പറഞ്ഞങ്ങ് കെട്ടും. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പുറത്ത് വരുന്നോടം വരെ
നീ സംസാരിക്കണ്ട. ഓ ശകലബറ ഹസ്തര ഹല്ലേലൂയ. ചില വാഗ്ദത്തങ്ങൾ അറിയാതെ നമ്മുടെ അവിശ്വാസം കൊണ്ട് നാവ് കൊണ്ട് കെട്ടിയതിനെ സ്വർഗത്തിലെ ദൈവം ഇന്ന് അഴിക്കുകയാ. ഹല്ലേലൂയ. ദൈവം എന്നോട് പറയുന്നു, പരിശുദ്ധ ആത്മാവ് ഹല്ലേലൂയ, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ സെക്കറിയാവിൻ്റെ വാഗ്ദത്തം പുറത്തു വന്നു. അവൻ നാവെടുത്ത് സംസാരിക്കുവാനും തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിന്റെ കൊമ്പും ബഹുമാനത്തോടെ ഉയർന്നു വരൂ. നിന്റെ കൊമ്പും ബഹുമാനത്തോടെ ഉയർന്നു വരും. ഹന്ന ഇതിവിടെ പറഞ്ഞത്, താൻ ആലയത്തിൽ പോയി നിലവിളിച്ച് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു മേടിച്ച മറുപടിയെ തിരിച്ച് ആലയത്തിൽ കൊടുത്തിട്ട് ശേഷമുള്ള ഭാഗമാണ്. 1-ാം അധ്യായം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നു, ഈ ബാലനായിട്ടാണ് ഞാൻ നിലവിളിച്ചതെന്നൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ട് യഹോവയ്ക്ക് നിവേദിതനായിരിക്കും എന്ന് പറഞ്ഞ് അവിടെ അങ്ങ് നമഹാലിൽ കൊണ്ടുപോയി കുഞ്ഞു ബാലനെയും കൊണ്ട്. എന്നിട്ടാണ് പറയുന്നത്, എൻ്റെ കൊമ്പ്, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. എൻ്റെ കൊമ്പ് യഹോവയിൽ ആനന്ദിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ കൊമ്പങ്ങ് യഹോവയിൽ ആനന്ദിക്കുക. ഇന്നൊന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഞാൻ യഹോവയിൽ അങ്ങ് ആനന്ദിക്കുകയാണെന്ന്. ഹല്ലേലൂയ. യഹോവയിൽ അങ്ങ് ആനന്ദിക്കുകയാ. മറുപടി ഹല്ലേലൂയ എൻ്റെ കൺമുൻപിൽ വെളിപ്പെട്ട് വരുന്നൊരു സമയമുണ്ട്. ഹല്ലേലൂയ. അത് വെളിപ്പെട്ട് വരുന്ന ടൈമുണ്ട്. ഹല്ലേലൂയ. ഞാനങ്ങ് യഹോവയിൽ അതുകൊണ്ട് ആനന്ദിക്കുകയാ. നിന്റെ കുഞ്ഞിൻ്റെ വിഷയത്തെ ഓർത്താണോ നീ ഭാരപ്പെടുന്നത്? അവൻ്റെ വിദ്യാഭ്യാസത്തെ ഓർത്താണോ നീ ഭാരപ്പെടുന്നത്? തലമുറയുടെ ഭാവി ഓർത്താണ് ഭാരപ്പെടുന്നത്? ശുശ്രൂഷകളെ ഓർത്താണ് ഭാരപ്പെടുന്നത്? ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, യഹോവയിൽ ആനന്ദിക്കാൻ കഴിയുന്നുണ്ടോ? യഹോവയിൽ ആനന്ദിക്കാൻ കഴിയുക. കരച്ചിലിൻ്റെ സാഹചര്യം ഒരു സൈഡിൽ കിടക്കുമ്പോൾ, പ്രതികൂലത്തിൻ്റെ സാഹചര്യം ഒരു സൈഡിൽ കിടക്കുമ്പോൾ, കണ്ണുനീരിൻ്റെ സാഹചര്യം ഒരു സൈഡിൽ കിടക്കുമ്പോൾ, നിനക്ക് പറയണം, യഹോവയിൽ എനിക്ക് ആനന്ദിക്കാൻ പറ്റും. കാരണം ഹല്ലേലൂയ, യഹോവ എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. ആമേൻ. ആലയത്തിൽ പോയി നിലവിളിച്ച ഹന്നായെ നോക്കി ഹല്ലേലൂയ അവിടെയുള്ള അഭിഷക്തൻ പോലും ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ നീ വീഞ്ഞു കുടിച്ചോ, മദ്യം കുടിച്ചോ? എന്തെല്ലാം ക്വസ്റ്റ്യനുകളാ നോക്കിക്കേ, എന്തെല്ലാം പ്രതികൂലത്തിനകത്തൂടെ ഈ സഹോദരി കടന്നുപോയത്. പക്ഷെ ആ ഒറ്റ നിലവിളിക്കകത്ത് അവളുടെ വിടുതൽ വെളിപ്പെടുകയാ. ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് പ്രവചിക്കുക കേട്ടോ, ഈ ദിവസങ്ങൾ നിൻ്റെ ഒറ്റ നിലവിളിക്കകത്ത് വിടുതൽ പുറത്തു വരിക. അടുത്ത 9 മാസം കഴിയുമ്പോൾ റീബാബ ഹന്തര അർദ്ധര ജഗക്ഷ പ്രഭര, നീ ആലയത്തിൽ പോയി നെടുമ്പാട് വീണ് കരഞ്ഞില്ലേ? ആലയത്തിൽ പോയി നെടുമ്പാട് വീണ് കരഞ്ഞില്ലേ? അതിനുള്ള വിടുതൽ നിൻ്റെ കൺമുൻപിൽ വെളിപ്പെടുകയാണെന്ന്. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മ പ്രവചിക്കുന്നു. അതിനുള്ള വിടുതലുകൾ നിൻ്റെ കൺമുൻപിൽ വെളിപ്പെടുകയാ. ഏലിയാവ് ഒറ്റ പ്രവചനം പ്രവചിച്ചു, എന്നിട്ട് പോയി എന്താ ചെയ്തേ? ഹല്ലേലൂയ. നല്ല ഫുഡും കഴിച്ച് എവിടെയെങ്കിലും കിടന്നുറങ്ങിയെന്നാണോ പറഞ്ഞിരിക്കുന്നേ? ഹല്ലേലൂയ. മുഴങ്കാലിൽ തല താഴ്ത്തി പ്രാർത്ഥിക്കുകയാ. ഇതൊരു ഉപവാസ പ്രാർത്ഥനയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നേ. ഹല്ലേലൂയ. മുഴങ്കാലിൽ തല താഴ്ത്തി പ്രാർത്ഥിക്കുകയാ. 7 പ്രാവശ്യം, ഓരോ പ്രാവശ്യവും ബാല്യക്കാരനെ വിട്ടു നോക്കിക്കുകയാ. ഒന്നും സംഭവിക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. യജമാനനെ പിന്നെയും വിടുന്നു, നീ പോയി നോക്കിയിട്ട് വാ. ഒന്നും നടക്കുന്നില്ല. പ്രാർത്ഥന മടുത്തില്ല, പിന്നെയും പ്രാർത്ഥിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 7-ാം പ്രാവശ്യം വന്ന് നോക്കുമ്പോൾ വചനം നന്നായി അറിയാവുന്ന ദൈവമക്കളെ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ. കൈപോലെ ഒരു മേഘം പൊങ്ങുന്നു. ഞാൻ പറയാം, മുഴങ്കാല് മടക്കാൻ മനസ്സുണ്ടെങ്കിൽ, മുഴങ്കാലിൽ തല താഴ്ത്തി പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, ഞാൻ പറയാം, നിന്റെ മുന്നിൽ ഹല്ലേലൂയ കൈപോലെ ചില വിടുതലുകൾ പൊങ്ങി വരും. ഹല്ലേലൂയ. നിനക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ പിശാച് ഏത് മനോഷർലി ആൻറ്റി വർക്കി ഹല്ലേലൂയ സ്വീകരിച്ചോ. മുഴങ്കാലിൽ തല താഴ്ത്തി പ്രാർത്ഥിച്ച ഏലിയാവിന് വേണ്ടി കൈപോലൊരു മേഘം വിടുതൽ പൊങ്ങി വന്നെങ്കിൽ, ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ആൻറ്റി ചില വിടുതലുകൾ നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് എഴുന്നേൽക്കും.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുതലുകളെ തടയുന്ന സകല പോരുകളും ആ കൂടാരത്തിനകത്ത് നിന്ന് അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവനോട് പ്രവചിക്കുന്നു. പ്രാർത്ഥനയുടെ വിടുതലുകൾ മുകളിൽ നിന്ന് പോന്നിട്ടോ അതിനെ തടഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ, അതിനെ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില ശക്തികളെ സ്വർഗത്തിലെ ദൈവം ഈ രാത്രി വെട്ടി താഴെ വീഴുന്നു. ശത്രുവിന്റെ ചിറകുകൾക്ക് വെട്ടേറ്റ് താഴെ വീഴുന്നെന്ന് എന്തോ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കുന്ന. ആൻറ്റി, ശത്രുവിന്റെ, നിന്റെ വീടിനെതിരെ, നിന്റെ തലമുറകൾക്കെതിരെ, നിന്റെ കൂടാരത്തിനെതിരെ എഴുന്നേറ്റ് വരുന്ന ശത്രുവിന്റെ അതിന് വെട്ടേറ്റ് താഴെ വീഴുന്നത് പോലെ. ഹല്ലേലൂയ. യുവവാസ പ്രാർത്ഥനയിൽ എനിക്കൊത്തിരി സന്തോഷം തോന്നി. അഭിഷേക് ദൈവദാസി ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ ഇതിനകത്ത് പ്രാർത്ഥിച്ചു. മടി കൂടാതെ എല്ലാവരും പ്രാർത്ഥിച്ചു. എനിക്കൊത്തിരി സന്തോഷം തോന്നി. ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ട്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒരു പ്രാർത്ഥന മുറി സെറ്റ് ചെയ്യുക. നീ ഒരു പ്രാർത്ഥന ടൈം വേർതിരിക്കുക. മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ കാരാഗ്രഹത്തിനകത്ത് നിന്നോ പ്രാർത്ഥന നിന്നെ പുറത്തു കൊണ്ടുവരൂ. കാരാഗ്രഹത്തിനകത്തു നിന്നോ പ്രാർത്ഥന നിന്നെ പുറത്തു കൊണ്ടുവരും. കാരാഗ്രഹത്തിന്റെ ശക്തികൾ എത്ര നിന്നെ പൂട്ടിയിട്ടാലോ, കാരാഗ്രഹത്തിനകത്ത് എന്നെ പ്രതികൂലത്തിനകത്ത് നീ ആയാലോ, മാറിയിരുന്ന ഒരു സഭ പ്രാർത്ഥിച്ചപ്പോ ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവ മനുഷ്യൻ പുറത്തു വന്നെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ട്. ഹോമാനാദേലിക ശംബരാജഗക്ഷപ്രബല ഹർദലാജഗക്ഷപ്രബരഘടകസിയ. ഹല്ലേലൂയ. പ്രവചനം പ്രവചിച്ചിട്ട് ഏലിയാവ് മാറിയിരുന്ന് കരയുക. മുഴങ്കാലിൽ തല താഴ്ത്തി പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഇന്ന് മനുഷ്യർക്ക് പറ്റത്തില്ല. നല്ല അധികം ഫാറ്റ്, കാലുകൾക്ക് ബുദ്ധിമുട്ട്. പണ്ടുള്ള കാലത്ത് എൻ്റെ മുന്നിലിരിക്കുന്ന പാസ്റ്റർമാരെ ഞാൻ കാണുന്നു. ഹല്ലേലൂയ. പാസ്റ്റർമാരെ, പണ്ടുള്ള കാലങ്ങളിൽ മുഴങ്കാലിലിരുന്ന ദൈവജനം ആരാധിച്ചത്. ഹല്ലേലൂയ. സഭകളിൽ ചെയറില്ല, മുഴങ്കാൽ. ഇന്ന് ചെയറിലിരിക്കും, തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ആ ടൈമുകളിൽ ഹല്ലേലൂയ വിടുതൽ മടക്കുന്നതിന് മുന്നേ വെളിപ്പെട്ടിട്ടുണ്ട്. ഹോസ്പിറ്റലുകളെ ഓടുന്നതിന് മുന്നേ ആലയത്തിലേക്ക് രോഗികളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ആത്മഹത്യകൾ കുറവായിരുന്നു. ഹല്ലേലൂയ. മരണങ്ങൾ കുറവായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ ഭയങ്കര രോഗങ്ങൾ കുറവായിരുന്നു. ഇന്നെന്തുകൊണ്ടാ കൂടുന്നത്? പ്രാർത്ഥന ദൈവമക്കളുടെ ഇടയിൽ കുറഞ്ഞുപോയി. നിങ്ങൾ എന്നോട് പിണങ്ങിയാലും ഹല്ലേലൂയ, നിങ്ങളുടെ സ്തോത്രം നിന്നാലും കയ്യടി കുറഞ്ഞാലും പറയാനുള്ള ദൂത് പറഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. കാരണം ഞാനിതിന് കണക്ക് കൊടുക്കേണ്ടതാ. ഹല്ലേലൂയ. പ്രാർത്ഥന കുറഞ്ഞുപോയി. മറ്റു സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ വന്നപ്പോൾ പ്രാർത്ഥന കുറഞ്ഞുപോയി. കോവിഡിൻ്റെ ടൈം വന്നു, ആരാധനകളെല്ലാം അടച്ചുപൂട്ടി. പക്ഷെ പ്രാർത്ഥിച്ചവൻ്റെ വീടിനകത്ത് ദൈവപ്രവൃത്തി അന്നും നടന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചവൻ്റെ കൂടാരത്തിനകത്ത് ദൈവ മഹത്വം അന്നും നടന്നു. പ്രാർത്ഥിച്ചവൻ്റെ കൂടാരത്തിനകത്ത് കാക്കകൾ വന്നു. ഞാൻ ചോദിക്കാം, ശുശ്രൂഷയിൽ ഇരിക്കുന്ന ദൈവ കുടുംബങ്ങളെ, എത്ര സാധ്യതകൾ അടഞ്ഞു, എങ്ങനെയെന്നോർത്ത മണിക്കൂറുകളില്ലേ? ഹല്ലേലൂയ. വെള്ളം പോലും കുടിക്കാൻ കിട്ടാത്ത സാഹചര്യം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടിയുള്ളതെല്ലാം ദൈവം തന്നില്ലേ? പ്രാർത്ഥന കുറയരുത്. മുഴങ്കാലിൽ തല താഴ്ത്തി താൻ പ്രാർത്ഥിക്കുക. എന്നിട്ട് ബാല്യക്കാരനോട് പറഞ്ഞു, നീ ചെന്ന് നോക്ക്,
1-ാം പ്രാവശ്യം ചെന്ന് നോക്കി, പിന്നെയും ചെന്ന് നോക്ക്, 2-ാം പ്രാവശ്യം, നോ 7-ാം പ്രാവശ്യം ചെന്ന് നോക്കുമ്പോൾ ഞാനങ്ങനെ ചിന്തിക്കുകയാണ്. ആ വിടുതൽ പൊങ്ങി വന്നപ്പോൾ ഏലിയാവിൻ്റെ മനസ്സിലൊരു ആശ്വാസം. എൻ്റെ കൊമ്പ് ബഹുമാനത്താൽ ഞാൻ പ്രവചിച്ചിട്ട് വന്നിരിക്കുക അഹാബിൻ്റെ മുന്നിൽ. ഹല്ലേലൂയ. ഒരു പ്രവചനം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാ. പ്രാർത്ഥിക്കുന്ന നീ പറഞ്ഞാൽ അന്തരീക്ഷ മണ്ഡലം ആറാഖാബാല ഹസ്തര പ്രാർത്ഥിക്കുന്ന ഭട്ടം പറയണം, ഞാൻ പറഞ്ഞിട്ടല്ലാതെ യാണ്ടിൽ മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറഞ്ഞിട്ട് പോയി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നു, കൊമ്പിനെ ബഹുമാനത്തോടെ. ഹല്ലേലൂയ. നീ ഏതവസ്ഥയിൽ പോയാലും നിൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയരും. രൂത്തിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നവോമി തന്നൊരു ക്ഷാമം വന്നപ്പോൾ മറ്റൊരു ദേശത്തേക്ക് പോയി. താൻ ഇരുന്ന ദേശത്ത് ക്ഷാമം വന്നു, മറ്റൊരു ദേശത്തേക്ക് താൻ ഓടിപ്പോയി. പോയപ്പോൾ ഭർത്താവ് ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് പോയെ. പക്ഷേ സാഹചര്യം തിരിഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ കയ്യിലെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ഒരു സമയം, നഷ്ടപ്പെട്ടു പോയൊരു സമയം, പ്രതീക്ഷകൾ മുഴുവനും. ഈ സാഹചര്യത്തിൽ ഒരു സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഭയങ്കര ആനന്ദത്തോടെ അങ്ങോട്ട് പോയത്. കാരണം ഭർത്താവുണ്ട്, മക്കളുണ്ട്. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ആനന്ദമെല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പം ആരാ ഉള്ളേ? ഹല്ലേലൂയ. താനുമുണ്ട്, 2 മരുമക്കളും മാത്രമായി. എന്ത് ചെയ്യുമെന്നറിയത്തില്ല, എങ്ങനെയെന്നറിയത്തില്ല. മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല. കൊമ്പെല്ലാം ഒടിഞ്ഞു പോയി, തകർന്ന് ക്ഷീണിച്ച സമയം. എന്നാൽ താന് തിരിച്ച് ബേത്ലഹേമിലേക്ക് മടങ്ങി വന്നു. ഹല്ലേലൂയ. മടങ്ങി വരുമ്പോൾ ഒരുപക്ഷെ എല്ലാവരും പറഞ്ഞു, രൂത്തോടെ പറയുന്നൊരു ഹല്ലേലൂയ, നവോമിയോടെ പറയുന്നൊരു ഭാഗമുണ്ടേ, നിങ്ങൾ എന്നെ കയ്പെന്ന് വിളിക്കും, മാറായെന്ന് വിളിക്ക്. ഹല്ലേലൂയ. മാറായെന്ന് എന്നെ വിളിച്ചോ. എൻ്റെ ലൈഫ് മുഴുവൻ കയ്പാ, എനിക്ക് ആനന്ദമില്ല, എനിക്ക് സന്തോഷമില്ല. എൻ്റെ ലൈഫ് മൊത്തം ഹല്ലേലൂയ കയ്പിൻ്റെ അനുഭവമാണ്, മുറിവേറ്റ അനുഭവമാണ്, വേദനിക്കുന്ന അനുഭവമാണ്. എന്നാൽ അവിടെ ലൈഫിനകത്ത് തൻ്റെ മരുമകളിൽ കൂടെ ഒരു തിരിവിനെ കർത്താവ് ചെയ്യുകയാ. രൂത്തിൻ്റെ അനുഭവം നോക്കിക്കേ. ആകപ്പാടെ ഈ അമ്മായിയമ്മ മാത്രമേ ഉള്ളൂ, അറിയാൻ വയ്യാത്തൊരു ദേശം, അവിടെ ആരുമില്ല, കൂട്ടുകാരില്ല, ചാർച്ചക്കാരില്ല, ബന്ധുക്കളില്ല, ആരുമില്ല. താനൊന്നും അറിയാതെ ഒരു വയലിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ എല്ലാവരും പറഞ്ഞു കാണും, അല്ലല്ലോ ഓർപ്പയുടെ കൂടെ നീ അങ്ങ് പോയാൽ പോരായിരുന്നോ? ഓർപ്പ പോയി, അവൾക്കൊരു നല്ല ഭാവിയൊക്കെ ചിലപ്പോൾ ഉണ്ടാകും, അവൾ നല്ല നിലയിലൊക്കെ ആകും. ഹല്ലേലൂയ. നീ കാണിച്ചത് രൂത്തേ ഭയങ്കര മണ്ടത്തരവാ, നീ കാണിച്ചത് ഭയങ്കര മണ്ടത്തരമാ. എല്ലാവരും അങ്ങനെ പറഞ്ഞു കാണും, നിലവിളിച്ച്. ഹല്ലേലൂയ. താനും ഒരുപക്ഷെ ഒരു നിലവിളിച്ച് കാണും. പക്ഷേ താൻ അമ്മായിയമ്മയോട് പറ്റി നിന്നു. നിൻ്റെ ദൈവം എൻ്റെ ദൈവം. നീ പോകുന്നിടത്ത് ഞാനങ്ങനെ ചിന്തിക്കുകയാണേ. ഹല്ലേലൂയ. പലപ്പോഴും ഒരുപക്ഷെ ഈ നവോമി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് രൂത്ത് ഒളിഞ്ഞു നിന്ന് കണ്ടു കാണും, നവോമി ഇരുന്ന് ആരാധിക്കുന്നത് കണ്ടു കാണും. തനിക്ക് മനസ്സിലായി കാണും, അമ്മായിയമ്മയുടെ ദൈവത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. അമ്മായിയമ്മയുടെ ദൈവത്തിന് എന്തോ ഒരു വിടുതൽ തരാൻ പറ്റും, ആ ദൈവത്തിന് എൻ്റെ സാഹചര്യം മാറ്റാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ താൻ എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിലാക്കി കാണും.
അതുകൊണ്ടാണ് പറഞ്ഞേ, നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. നീ പോകുന്നിടത്ത് ഞാനും പോകും. ഹല്ലേലൂയ. നീ എവിടെ പോയാലും ഞാൻ പോകും. നോക്കിക്കേ, ഹല്ലേലൂയ. തനിക്കറിയാൻ വയ്യാത്തൊരു ദേശം, അറിയാൻ വയ്യാത്ത ആൾക്കാർ, അവരുടെ ഇടയിലേക്ക് താൻ വരികയാ. ഹല്ലേലൂയ. ഒന്നും അറിയാതെ ഹല്ലേലൂയ താൻ ഒരു വയലിലേക്ക് ചെല്ലുകയാ. ഹല്ലേലൂയ. അല്പം പതിരിന് വേണ്ടിയാ ചെന്നത്. പക്ഷെ ഞാൻ പറയാം, ഹല്ലേലൂയ, അല്പം പതിര് ചോദിച്ച് ചെന്നവളെ ഒരു വയൽ നൽകി ദൈവം മാനിക്കുകയാ. ഹോ രബാദ് ഹാദറ ഘടക ശംബബ. പതിര് ചോദിച്ചാ പോയേ, പതിരിന് വേണ്ടിയാ പോയേ. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, തിരിവുകൾ സംഭവിക്കാൻ തുടങ്ങിയപ്പോൾ, ആ വയലിൻ്റെ ഉടമയായ തക്ക നിലയിൽ ഹോ റീബലബ ശംദരാധര ഉഡാ മന രഗാധര. ഹല്ലേലൂയ. സകലരും പറഞ്ഞു, രൂത്തേ, നിന്റെ ഭാവി നശിച്ചു പോയി, നിന്റെ കൊമ്പിനി ഒരിക്കലും ഉയരത്തില്ല, ഒരിക്കലും നിന്റെ കൊമ്പ് ഉയരത്തില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ്റെ കൊമ്പിനെ ബഹുമാനത്തോടെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്ന നിന്റെ കൊമ്പിനെ ദൈവം ബഹുമാനത്തോടെ നിർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധയാത്മാവ് പ്രിസ്കില്ല അടിവയസ്സിലിരിക്കുന്ന സിസ്റ്റർ, പരിശുദ്ധാത്മാവനോട് പ്രവചിക്കുന്നു, ചില മേഖലകളിൽ കർത്താവ് നിന്നെ ബഹുമാനത്തോടെ നിർത്താൻ തുടങ്ങുകയാ, ബഹുമാനത്തോടെ നിർത്താൻ തുടങ്ങുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബഹുമാനത്തോടെ ദൈവം നിന്നെ നിർത്താൻ തുടങ്ങുകയാണെന്ന് പരിശുദ്ധയാത്മാവ് ആലോചന കൈമാറുന്നു. ഹല്ലേലൂയ. നിന്നെ പലപ്പോഴും പലതരത്തിൽ അപമാനിച്ചവരുടെ മുന്നിൽ, നിന്ദിച്ചവരുടെ മുന്നിൽ, പരിഹസിച്ചവരുടെ മുന്നിൽ, നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞ് തള്ളിയവരുടെ മുന്നിൽ പരിശുദ്ധ ആത്മാവ് പ്രവചിക്കുന്നു. ദൈവം ബഹുമാനത്തോടെ നിർത്തുന്നു. ദൈവം ബഹുമാനത്തോടെ നിർത്തുന്നു. ഈ വാക്യം ശക്തമായി ഇടപെടുന്നു. നിന്റെ കൊമ്പിനി ബഹുമാനത്തോടെ നിൽക്കുന്ന സമയങ്ങളാണ്. കൊമ്പ് ബഹുമാനത്തോടെ, യേശുവിന്റെ നാമത്തിൽ രാത്രി സ്വീകരിച്ചു. കൊമ്പ് ബഹുമാനത്തോടെ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന 36 ഡിവൈസിലുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ, നിങ്ങളുടെ കൊമ്പുകളെ കർത്താവ് മാർച്ച് മാസം ബഹുമാനത്തോടെ നിർത്താൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. വചനം എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ നിന്നെ വിലയേറിയവനോ മാന്യനുമായി എണ്ണിയിരിക്കുന്നെന്ന്. ഹല്ലേലൂയ. ഞാൻ നിന്നെ വിലയേറിയവനോ, നീ ഏതെങ്കിലും വിലയില്ലാത്തൊരു വസ്തു അല്ലെന്ന്. ഞാൻ നിന്നെ വിലയേറിയവൻ, അടുത്തത് മാന്യനുമായി. ഓ ഹല്ലേലൂയ. നാട്ടുകാർ പറയും നിനക്ക് മാന്യതയില്ല, കഴിവില്ല, കൊള്ളത്തില്ല. പക്ഷെ വചനം പറയുന്നു, കുഞ്ഞെ, ഞാൻ നിന്നെ വിലയേറിയവൻ, മാന്യനുമായി. ആരെല്ലാം നിനക്ക് മാന്യനല്ലെന്ന് പറഞ്ഞാലും, ആരെല്ലാം നീ മാന്യതയില്ലെന്ന് പറഞ്ഞാലും, സ്വർഗം പറയുക, ഞാനവനെ മാന്യനായി എണ്ണിയിരിക്കുകയാ, ഞാനവനെ വിലയേറിയവനായി എണ്ണിയിരിക്കുക. അതുകൊണ്ട് ഞാനവൻ്റെ തലയെ ഉയർത്തും, കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ. ഞാൻ അവൻ്റെ തലയെ ഉയർത്തി നിർത്തും. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ തലയെ ഉയർത്തുമെന്ന്, തലയെ ഉയർത്തി നിർത്തുമെന്ന്. ഈ രൂത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ, വയലിലേക്ക് ചെല്ലുമ്പോൾ, ആരോട് എന്ത് ചോദിക്കണമെന്ന് നമുക്കറിയത്തില്ല, എന്താ ചെയ്യേണ്ടെന്നറിയത്തില്ല. വിശ്വാസത്തോടെ പോകുകയാ. ഈ ആഴ്ചയിൽ വിശ്വാസത്തോടെ ചില കാര്യങ്ങൾക്ക് മൂവ് ചെയ്യുന്നെങ്കിൽ ദൈവം അതിന് മറുപടി തരുമെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൽമൽ, ഹല്ലേലൂയ. അടിവച്ചിരിക്കുന്ന മോനെ, പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, നിന്റെ ചില ഭാവിയുടെ വഴികളുമായി ബന്ധപ്പെട്ട് കർത്താവ് ചിലത് നിനക്ക് വേണ്ടി ഒരുക്കിയെടുക്കുന്നെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുന്നു. ഹസ്തര വൈഡ രകക്ഷ പ്രവരഘടകസിയ. അതൊരു മനുഷ്യൻ്റെ കണ്ണിൽ കണ്ടിട്ടില്ല, ഒരുത്തനും തോന്നിയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത നിലയിൽ നിനക്ക് മാനുഷികമായി എത്തിപ്പിടിക്കാൻ കഴിയാത്തതുപോലെയുള്ള ചില നിലകളിൽ ദൈവം നിനക്ക് വേണ്ടി ചില പ്രത്യേകമായ വഴികളെ
മായ ചില വഴികളെ ഹല്ലേലൂയ തുറക്കുന്നെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുന്നു. നീ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, നീ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. മണിക്കൂറുകൾ കിട്ടുന്ന സമയങ്ങൾ നീ ദൈവസന്നിധി നിലവിളിച്ചു തുടങ്ങിക്കോ. ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ. പരിശുദ്ധ ആത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു, മോനെ ദൈവം നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നെന്ന്. നിന്റെ പ്രാർത്ഥന വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി പ്രത്യേകമായ ചില വാതിലുകൾ തുറക്കുമെന്ന പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുകയാ. ഹല്ലേലൂയ. എനിക്കറിയാം ഇന്ന് രാത്രി വചനം ചില മേഖലകളിൽ ശക്തമായി ദൈവപ്രവൃത്തിയെ അയക്കുമെന്ന്. ഹല്ലേലൂയ. ചില ഇടങ്ങളിൽ ചിലരുടെ കൊമ്പുകളൊക്കെ താണിരിക്കുകയാ. ചില പ്രതീക്ഷകൾ മുഴുവനും നഷ്ടപ്പെട്ടു, വഴികൾ അടഞ്ഞു, പുറത്തിറങ്ങുവാൻ കഴിയാതെ, പലരോടും മറുപടി പറയാൻ കഴിയാതെ, പലരോടും ഹല്ലേലൂയ ആൻസർ ചെയ്യുവാൻ കഴിയാതെ നിന്റെ ഹൃദയം ഹല്ലേലൂയ ഇങ്ങനെ നീ എവിടേക്കോ ഒതുങ്ങിയിരിക്കുകയാ. ഒത്തിരി ഇൻ്റർവ്യൂവിന് പോയി, ഒത്തിരി മേഖലകളിൽ കാൽ വെച്ചു, പലയിടത്തും പരാജയപ്പെട്ടു. ഹല്ലേലൂയ. നിന്റെ മനസ്സ് ക്ഷീണിച്ചിരിക്കുകയാണോ? സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. ഹല്ലേലൂയ. നിന്റെ കൊമ്പിനെ ഉയർത്തുന്നൊരു ദിവസമുണ്ട്. ഒറ്റ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വലിയ സമ്പന്നനായിരുന്നു. ഹല്ലേലൂയ. സൽസ്വഭാവി. അവിടെ ഇയ്യോബിനെ പറ്റി നല്ല അനുഗ്രഹീതമായ നിലയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. നല്ലവൻ, നേരുള്ളവൻ, നിഷ്കളങ്കൻ, ദോഷം വിട്ടകന്നവൻ. യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാത്തൊരാൾ. ആമേൻ. ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്തൊരാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ലൈഫിനകത്ത് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു പ്രതികൂലം വന്നു. ഇത്രയും നല്ല ഒരു വ്യക്തി, ആമേൻ, ഇത്രയും നല്ല ഒരാൾ, ആമേൻ, ഈ വിശ്വാസത്തിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന നമുക്കൊരു ചെറിയ പ്രശ്നം വന്നാൽ നമ്മൾ എത്രയധികം എന്തെല്ലാം പറയും അല്ലേ? ഹല്ലേലൂയ, എന്തെല്ലാം പറയും. പക്ഷെ നോക്കിക്കേ, നല്ല ഒരു വ്യക്തി, യാതൊരു പ്രയാസവും യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ലൈഫിനകത്ത് ഭയങ്കര സീറോയായ ഒരു അനുഭവം. ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഹീറോയായിരുന്നു. പക്ഷെ ഒരു സുപ്രഭാതം കഴിഞ്ഞപ്പോൾ ഭയങ്കര സീറോയായിപ്പോയി. ഭയങ്കര നഷ്ടങ്ങളുടെ ഒരു പട്ടിക, നഷ്ടങ്ങളുടെ ഒരു ലിസ്റ്റ്. ഹല്ലേലൂയ. ഒരുപക്ഷെ എല്ലാവരും ചോദിച്ചു കാണും, നീ മക്കളെയൊക്കെ വിളിച്ച് വിരുന്ന് വെക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നല്ലവനാ, നിഷ്കളങ്കനാ, നേരുള്ളവനാ, എന്തുകൊണ്ട് നിനക്കിത് സംഭവിച്ചു? എന്തുകൊണ്ട് നിൻ്റെ ഈ അവസ്ഥ? എന്തുകൊണ്ട് ബഹുമാനമായിരുന്ന നിൻ്റെ കൊമ്പ് ഒടിഞ്ഞു? എന്തുകൊണ്ടൊടിഞ്ഞു? എന്തുകൊണ്ട് ഒടിഞ്ഞു പോയി? പിശാച് എവിടെ നിന്നെ ഒതുക്കിയാലും നിനക്കൊരു ദിവസമുണ്ട്, സകലതും മടക്കി തരുന്ന ഒരു ദിവസം. ഒടിഞ്ഞു പോയതിനെല്ലാം, നഷ്ടപ്പെട്ടു പോയതിനെല്ലാം, ശുശ്രൂഷയിലാണോ താഴ്ന്നു പോയത്, ശുശ്രൂഷയിലാണോ ഒതുങ്ങിപ്പോയത്, ഹാലിൽ കഴിഞ്ഞതിലും അപ്പുറമായി നീ ശുശ്രൂഷയിൽ പുറത്തു വരുന്നൊരു സമയമുണ്ട്. സഭയാണോ ശൂന്യമായി പോയത്? ഹല്ലേലൂയ. സഭയിലാണോ ശൂന്യത വന്നത്? ഇരട്ടിയായി തരുന്നൊരു സമയമുണ്ട്. ഓ ശബലബരഹസ്തര. പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ശുശ്രൂഷകളിൽ ഒതുങ്ങിപ്പോയ ആരെയോ പരിശുദ്ധാത്മാവ് തൊടുകയാ.
ശുശ്രൂഷയിൽ കൊമ്പൊടിഞ്ഞു പോയ പോലെ, ക്ഷീണിച്ചതുപോലെ, പിശാച് ഒടിച്ചു കളഞ്ഞതുപോലെ പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, ഇന്ന് രാത്രി ആ മേഖലകളിൽ നിൻ്റെ കൊമ്പിനെ കർത്താവ് ബഹുമാനത്തോടെ ഉയർത്താൻ തുടങ്ങുകയാണ്. ഇരട്ടി ശുശ്രൂഷയോടെ, ഇരട്ടി അഭിഷേകത്തോടെ കർത്താവ് ചില മേഖലകളിൽ നിങ്ങളെ നിർത്തുമെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുന്നു. ഹർദില ജഗക്ഷ പ്രവേരിയ ഹസ്തം ജാലബന്ധരെ വൈഡാലഗക്ഷ പ്രഭരഘടകസിയ. ദൈവം നിൻ്റെ കൊമ്പിനെ ഉയർത്തും. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾക്കത് പറയാൻ കഴിയണം. എൻ്റെ കൊമ്പ് ബഹുമാനത്തോ, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കും. ഹല്ലേലൂയ. എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു. നിൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. നിൻ്റെ രക്ഷയിൽ സന്തോഷിക്കുന്നെന്ന്. ഹല്ലേലൂയ. എൻ്റെ കൊമ്പ് ഹല്ലേലൂയ യഹോവയാൽ ഉയർന്നിരിക്കുന്നെന്ന് ഇന്ന് രാത്രി ഒന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഞാൻ യഹോവയാൽ ഉയർന്നിരിക്കും. താഴ്ചകൾ വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, കഷ്ടതകൾ വരട്ടെ, രോഗങ്ങൾ വരട്ടെ, പ്രതിസന്ധികൾ വരട്ടെ, ആത്മാവിൽ നീ വിളിച്ചു പറ, ഹല്ലേലൂയ എൻ്റെ കൊമ്പ് ഹല്ലേലൂയ യഹോവയാൽ. ഓ ചുടമനഹസ്തരാധല വൈശാമാനർ ശംദലാധര. ഹല്ലേലൂയ. ആത്മാവിലൊന്ന് വിളിച്ചു പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിക്കകത്തോ പ്രാർത്ഥിക്കുന്ന ഭക്തർ പറയണോ, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കൂ. എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകൂ. എന്നെ ശത്രുവിൻ്റെ മുന്നിൽ നിർത്തുന്നൊരു ദൈവമുണ്ട്. എനിക്കെതിരെ പ്രശ്നമുണ്ടാക്കിയ പ്രതിയോഗിയുടെ മുന്നിൽ, എനിക്കെതിരെ എന്നെ കുത്തി നോവിച്ച പ്രതിയോഗിയുടെ മുന്നിൽ എന്നെ നിർത്തുന്നൊരു സമയമുണ്ട്. ഇതെപ്പോഴാണെന്നറിയാമോ? ഹല്ലേലൂയ. ഒരിക്കൽ മച്ചിയ എന്ന് പറഞ്ഞു, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകത്തില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കി. പക്ഷേ അന്ന് പെനീനയ്ക്ക് തലമുറകളുണ്ടായിരുന്നു. പെനീനയ്ക്ക് കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വചനം എഴുതി വച്ചിരിക്കുക, ദാൻ മുതൽ ബേർഷേബ വരെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാവേ, നീ എവിടെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ, പിതാവേ നീ എവിടെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പ്രവാചകന്മാരുടെ ലിസ്റ്റിനകത്ത് നിന്റെ തലമുറയെ തമ്പുരാൻ കൊണ്ടുവരും. ഹല്ലേലൂയ. പ്രതിയോഗിയുടെ തലമുറ വന്നില്ല ആലയത്തിൽ ശുശ്രൂഷിച്ച. ഹല്ലേലൂയ. അവിടെ ഉണ്ടായിരുന്ന തലമുറകളുടെ പേര് പോലും വന്നില്ല. പക്ഷെ പ്രാർത്ഥിച്ചു മേടിച്ച മാതാവിൻ്റെ തലമുറയെ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അങ്ങനെയുള്ള അഭിഷേകത്താൽ നിറയ്ക്കും, അങ്ങനെയുള്ള വിടുതലുകളെ നൽകി മാനിക്കും. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ച് നിങ്ങളോട് പ്രവചിച്ച് പറയുകയാണ്, നിന്റെ കൊമ്പ് ഉയർക്കുന്ന ഒരു സമയമുണ്ട്. നോക്കിക്കേ, ആലയത്തിൽ പോയി കരഞ്ഞ ഹന്നയുടെ ഹല്ലേലൂയ ആ സന്തോഷം എന്തായിരിക്കും അല്ലേ? തൻ്റെ തലമുറ ഇപ്പോൾ ഒരു പ്രവാചകനെ പോലെ, ഒരു പ്രവാചകനായി. അങ്ങനെയെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് വേണ്ടി ദൈവം ഒരു വിടുതൽ തന്നാൽ, നിനക്ക് വേണ്ടി ദൈവം ഒരു മറുപടി തന്നാൽ, ഹല്ലേലൂയ, അതിന് നന്ദി പറഞ്ഞ് ആലയത്തിൽ അതിനൊന്ന് നന്ദി പറയാൻ കഴിഞ്ഞാൽ, ഉപവാസ പ്രാർത്ഥന ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, ദൈവം ചില വിടുതലുകളെ നിങ്ങളുടെ ലൈഫിനകത്ത് ചെയ്യും. നിങ്ങളുടെ കൊമ്പുകൾ ബഹുമാനത്തോടെ ഉയർത്തും. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ചൂടമന ഹന്തല രഭക്ഷ പ്രവേരിയ ഹസ്തര രഗതുരി ഹന്തല ജാല പ്രഭര ഘടകസിയ. പരിശുദ്ധ ആത്മാവ് ഇന്നു രാത്രി ആരെയൊക്കെയോ നോക്കി പ്രവചിക്കുകയാണ്. കൊമ്പുകളെ കർത്താവ് ഉയർത്തുന്നു. കൊമ്പുകളെ ഏതൊക്കെയോ പ്രതിയോഗി നിന്റെ കൊമ്പിനെ ഒടിച്ചു കളയാൻ നോക്കി, വാക്കുകൾ കൊണ്ട് നിന്റെ ഒടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. പ്രവർത്തികൾ കൊണ്ട് ഒടിച്ചു കളഞ്ഞു. സിന്ധുവാനി പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, ചിലർ ചേർന്ന് ശുശ്രൂഷകളെ, മേഖലകളെ എവിടേക്കോ ഒടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഒടിച്ചു കളഞ്ഞു. വിശാലതയെ ഒടിച്ചു കളഞ്ഞു. നന്മകളെ ഒടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ശുശ്രൂഷകളെ ഒടിച്ചു കളഞ്ഞു. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, 2025 നിന്റെ കൊമ്പിനെ ഉയർത്തുന്ന സീസൺ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ ആത്മാവ് തുറക്കുന്നു. വിശ്വസിച്ചോ? ഷാബാരാബല ഹസ്തരാധര ഉഡാമാന രഗദല ചിപ്പിയടി വേസിക്ക് പരിശുദ്ധമ പ്രവചിക്കുന്നു. ചില പ്രതിയോഗികളുടെ മുന്നിൽ ദൈവം നിന്നെ നിർത്താൻ തുടങ്ങുകയാ. ചില പ്രതിയോഗികളുടെ മുന്നിൽ ദൈവം നിന്നെ നിർത്തുന്നു. ചില പ്രതിയോഗികളുടെ മുന്നിൽ
എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പറയുന്നു ആൻറ്റി. ചില പ്രതിയോഗികളുടെ മുന്നിൽ ദൈവം നിർത്തുമെന്ന്. ഓ ഷാബാറ ബല ഹസ്തര ഹാലേ. നീ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നാ മതി, നീ പ്രാർത്ഥനാ മുറിയിൽ ഒഴുക്കിയാ മതി കണ്ണുനീര്. ഹാലേലൂയ ഹാലേ. ചിലതിൻ്റെ മുന്നിൽ ദൈവം മറുപടി പറഞ്ഞ് നിന്നെ നിർത്താൻ തുടങ്ങുകയാ. ആ ദൈവം മറുപടി പറയാൻ തുടങ്ങുകയാ. കുത്തി നോവിച്ച വാക്കുകൾക്ക് കർത്താവ് മറുപടി പറയുമെന്ന് പരിശുദ്ധ ആത്മാവ് പ്രവചിക്കുന്നു. വേദനിപ്പിച്ച വാക്കുകൾക്ക് മറുപടി പറയുമെന്ന് പരിശുദ്ധ ആത്മാവ് പ്രവചിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കരമടിക്കാമെങ്കിൽ കരമടിച്ച്, അന്യഭാഷ പറയാമെങ്കിൽ അന്യഭാഷ പറഞ്ഞ് ഈ രാത്രി ദൂതിനെ സ്വീകരിച്ചോ. അസാധാരണമായ ദൈവ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. ചൂടാമാല റീബാല ബരംദരാജ വൈഡബാല ജാലവാര വാലവാര ജാലവാര അസ്തജാല വൈഡബാല ശാലജാല ചൂടവാല വൈഡബാല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ഈ ജനത്തിൻ്റെ കൊമ്പുകളെ ഉയരാതെ, ഈ ജനത്തിൻ്റെ കൊമ്പുകളെ ഉയരാതെ, ഇവരുടെ അകത്ത് ആനന്ദം വെളിപ്പെടാതെ ഇവരുടെ വിഷയങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്ന പൈശാചിക കോട്ടയ്ക്ക് ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയിൽ തീയിടുകയാ. യേശുവിന്റെ നാമത്തിൽ ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഇതിന് തീയിടുന്നു. ചിലത് കത്തിമാറട്ടെ. കർത്താവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു, ഈ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു, തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്ന എല്ലാ പ്രെയർ മീറ്റിങ്ങിനായി പ്രാർത്ഥിക്കുന്നു. അഭിഷക്ത ദാസിക്കായി, കുടുംബത്തിനായി, ദാസനായി, കുഞ്ഞുങ്ങൾക്കായി എല്ലാം പ്രാർത്ഥിക്കുകയാ. കർത്താവേ, അവരിലൂടെ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണമേ, വഴികൾ തുറക്കണമേ, ദൈവിക നന്മകൾ പ്രാപിക്കുവാൻ കർത്താവ് വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾ അവരുടെ മേൽ വെളിപ്പെടട്ടെ. ഏത് നിയോഗത്തിനനുസരിച്ച്, ഏത് ആവശ്യത്തിന് വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദിവസങ്ങൾ വേർതിരിച്ചിരിക്കുന്നോ ആ വിഷയത്തിനകത്ത് ഒരാനന്ദം വെളിപ്പെടട്ടെ. കർത്താവേ, ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേൽക്കുമ്പോൾ എൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കുന്നെന്ന് പറയുവാൻ, എൻ്റെ കൊമ്പ് യഹോവയിൽ ഉയർന്നിരിക്കുന്നെന്ന് പറയുവാൻ കർത്താവെ അങ്ങ് കൃപ ചെയ്യണമേ. എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നെന്ന് പറയുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. അത്ഭുതം ചെയ്താട്ടെ, വിടുതലേക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ഒരു നല്ല ഹാലേലൂയ പറഞ്ഞാട്ടെ. ഹാലേലൂയ ആമേൻ. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കും. ആമേൻ. ഹാലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന പ്രിയ അഭിഷിക്ത ദാസിയോടുള്ള പ്രത്യേക നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.